മത്സരിക്കാൻ പൈസ ഇല്ല, പ്രചാരണത്തിന് പൈസ ഇല്ല എന്നൊക്കെ പറഞ്ഞു. പക്ഷേ നാമനിർദ്ദേശ പത്രം പറഞ്ഞ 50 കോടി രൂപയിലധികം ആസ്തിയുണ്ട്. 57 കോടി. 57 കോടി രൂപയുടെ ആസ്തി ഉണ്ടെന്ന് പറയും. അത് നിങ്ങൾ ആദ്യം 2011 ഞാൻ കൊടുത്ത എൻ്റെ അഫിഡവിറ്റ് ഒന്ന് പരിശോധിച്ചു. അന്ന് എത്ര കോടി ഉണ്ടായിരുന്നു? അത് ഈ 14 വർഷം കൊണ്ട് ആ സ്വത്ത് മുതലുകൾക്ക് എത്ര ഇൻക്രീസ് ഉണ്ടായിട്ടുണ്ടാവും നിങ്ങൾ ആലോചിക്കണം. അതിൽ നിന്ന് കുറവാണ് ഇന്ന് ഞാൻ നിൽക്കുന്നത്. 57 കോടി എന്നാൽ സർക്കാർ നിശ്ചയിച്ച വിലയാണ്. നമുക്കറിയാം സർക്കാർ വില സെൻറ്റിന് 10,000 ആണെങ്കിൽ ഇന്ന് ഭൂമിക്ക് എന്താ പറയുക, ഒരു സെൻറ്റിന് 1,00,000 രൂപയുള്ളതാണ് 10,000 രൂപ നമ്മൾ ഫീസ് അടക്കുന്നത്. ആ കണക്കിന് എനിക്കൊരു 500 കോടി റുപ്യയുടെ ആസ്തി ഇപ്പോഴും ഉണ്ട്, ഒരു തർക്കമില്ല. ഒരു ഇഞ്ച് ഭൂമിയൊന്നും വിൽക്കാൻ പറ്റില്ല. എല്ലാത്തിൻ്റെ മുകളിലും ഈ പറയുന്ന മിച്ചഭൂമി കേസ് എന്ന് പറഞ്ഞിട്ടൊരു കേസിട്ട് മൂടി വെച്ചിട്ട് കയറി കെട്ടിയിരിക്കുക. ഒരാൾ എൻ്റെ അടുത്ത് ഒരു സെൻറ്റ് ഭൂമി വാങ്ങില്ല. ആ കേസ് ഇപ്പോൾ ഹൈക്കോടതിയിൽ 5 10 കൊല്ലം ഞാൻ കേസ് നടത്തേണ്ടി വരും. ഞാൻ പറഞ്ഞ എൻ്റെ കയ്യിൽ 5 പൈസ ഇല്ല എന്നാ വസ്തുതയല്ലേ. ഞാൻ ഇൻകം ടാക്സ് അടച്ചിട്ട് എത്ര കൊല്ലമായി നോക്ക്. വരുമാനം ഉണ്ടെങ്കിൽ ഇൻകം ടാക്സ് അടക്കുക. അത് നിങ്ങൾ പരിശോധിച്ച് നോക്ക്. 25,000 റുപ്യ അക്കൗണ്ടിലല്ലേ. അപ്പോൾ പണമില്ല എന്നാണ് പറഞ്ഞത്. എൻ്റെ അടുത്ത് മുതലുണ്ട്. ഈ കേസിനൊക്കെ അതിജീവിച്ച് വരുമ്പോൾ ഇപ്പോൾ ഈ 500 കോടി 10 കൊല്ലം കഴിയുമ്പോൾ അതൊരു 1000 കോടി 2000 കോടി അതിൻ്റെ ആസ്തിയായിരിക്കും അത് മാർക്കറ്റിൽ. ഞാനിവിടെ അങ്ങാടിയിൽ തെണ്ടെന്നല്ല പറഞ്ഞു. എൻ്റെ കയ്യിൽ ഇതിനിങ്ങനെ തിരഞ്ഞെടുപ്പ് കാരണം 15 ദിവസത്തിന് വേണം ഈ പൈസ മുഴുവൻ. എത്ര കടം പറയാം? കുറേയൊക്കെ കടം പറയാം. അപ്പം പൈസ ഇല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. അത് നിങ്ങൾക്ക് അത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് കൃത്യമായി മനസ്സിലാവും. താങ്കളുടെ സഹോദരൻ ടി.വി. അജ്മൽ ഈ സ്വരാജിനും എൽ.ഡി.എഫിനും പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് താങ്കൾ അന്ന് പിരിക്കാൻ തയ്യാറായില്ല എന്നൊക്കെ ഒരു പ്രതികരണം നടത്തിയിട്ടുണ്ട്. ആരെ സാധാരണ അതാരും എൻ്റെ അടുത്ത് പറഞ്ഞു, ഞാനെ കണ്ടില്ല. അതിലിപ്പോൾ എന്താ ഞാൻ പറയാം. എൻ്റെ ഉമ്മ 14 പ്രസവിച്ചിട്ടുണ്ട്. എനിക്ക് കുറേ ജ്യേഷ്ഠന്മാരും ബന്ധുക്കളുമായിട്ട് ജ്യേഷ്ഠന്മാർ കണ്ടമാനുള്ള വലിയ ഫാമിലിയാണ് നമ്മൾ. ഒരു ഉമ്മ പ്രസവിച്ച മക്കൾക്ക് തന്നെ പല രീതിയിലുള്ള മക്കളുണ്ടാവുമല്ലോ. ബുദ്ധിയുള്ളവരുണ്ടാവും, ബുദ്ധിയില്ലാത്തവരുണ്ടാവും, വികലാംഗരുണ്ടാവും. പടച്ച സഹായിച്ചിട്ട് നമുക്ക് അങ്ങനെയൊന്നുമില്ല. സ്വാർത്ഥ താല്പര്യം എല്ലാവർക്കും ഉണ്ടാകാം. അദ്ദേഹത്തിൻ്റെ നേതാവാരാ? ഏത് പാർട്ടിയാണ് അതെന്നൊക്കെ അറിയില്ലേ? NCP സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിൻ്റെ നേതാവാരാ? കേരളത്തിലെ മലയോര മനുഷ്യരെ അങ്ങേയറ്റം വെറുക്കപ്പെട്ട കേരളത്തിലെ വനമന്ത്രിയാണ് AK ശശീന്ദ്രൻ. വയനാട്ടിൽ ഒരു സഹോദരിയെ പുലി പിടിച്ച് നമ്മളെല്ലാം കൂടെ തെരയുമ്പോൾ കോഴിക്കോട് കടപ്പുറത്ത് പോയിട്ട് ഫാഷൻ ഷോയിൽ പാട്ട് പാടി ആടുന്ന മന്ത്രിയ മൂപ്പര നേതാവ്. അപ്പോൾ പിന്നെ മൂപ്പര എന്തായിരിക്കും എന്നുള്ളത് ആലോചിച്ചാൽ അതൊക്കെ ഓരോരുത്തരുടെ മാനസികാവസ്ഥയും താല്പര്യമാണ്. അദ്ദേഹത്തിന് പല സ്വാർത്ഥ താല്പര്യങ്ങളുണ്ടാവും. അദ്ദേഹം അങ്ങനെ സംസാരിച്ചിരുന്നു. അദ്ദേഹത്തെ സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു. അദ്ദേഹം സ്വാധീനിച്ച് എൻ്റെ കുടുംബത്തിലെ പലരും വന്നിട്ട് എന്നോട് സംസാരിച്ചിരുന്നു. മുഖ്യമന്ത്രിക്കെതിരെ പോരാടുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ആരെ കണ്ടിട്ടാണ്? അപ്പുറത്തോ ശത്രുക്കൾ? ചെയ്യരുത്, പറയരുത്. ഞാൻ അവിടെ നിന്ന് ഒരാളെയും നോക്കിയിട്ടില്ല. എനിക്കെൻ്റെ കണ്ണുകൊണ്ട് കണ്ട പോലെ ബോധ്യപ്പെട്ട വിഷയങ്ങൾ. ഈ ഒരു സമൂഹത്തെ ഇവർ വഞ്ചിച്ച് മുന്നോട്ട് പോകുന്നു. ഞാനൊന്നും നോക്കിയിട്ടില്ല. എൻ്റെ ജീവൻ അപകടത്തിലാണ്, എൻ്റെ സ്വത്തും മുതലെങ്ങനെയാണ്. അവർക്കൊക്കെ അത് പേടിയുണ്ടാവും. ആ താല്പര്യത്തിൻ്റെ സ്വാർത്ഥ താല്പര്യത്തിൻ്റെ പേരിൽ അദ്ദേഹം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ശരിയാണ്. അതൊന്നും TV അൻവറിനെ ബാധിക്കുന്ന പ്രശ്നങ്ങളല്ല. ഞാൻ എൻ്റെ വാപ്പാൻ്റെ മോനാണ്. TV ഷൗക്കത്തിന് ട്രോളാം. അദ്ദേഹം എടുത്തൊരു ഗാന്ധിയൻ നിലപാടുണ്ടായിരുന്നു. അദ്ദേഹത്തിനൊരു കാഴ്ചപ്പാടുണ്ടായിരുന്നു. ആ വാപ്പാൻ്റെ മോനാണ്. ആ ആശയത്തിൻ്റെ പിന്നിലാണെങ്കിൽ അത് പറയില്ല. എന്നോട് നീ പോടാ മുന്നോട്ട് എന്ന് പറഞ്ഞ ഏട്ടന്മാരുണ്ട്. അത്രേ ഉള്ളൂ. അദ്ദേഹത്തെ സതുദ്ദേശത്തിൽ ചെയ്ത എനിക്കെന്തെങ്കിലും സംഭവിക്കുന്ന നിലക്കാണ് അദ്ദേഹം അത് പറഞ്ഞത്. ഞാനത് കീഴ്പ്പെട്ട് കൊടുത്തിട്ടില്ല.